ഇസ്രയേലിനെതിരായ പോരാട്ടം തുടർന്ന് യമനിലെ ഹൂതികൾ. യമനിൽ ഹൂതികൾ ഇസ്രയേലിലെ ടെല്ലവീവിലേക്ക് ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ പായിച്ചു. വെള്ളിയാഴ്ച രാത്രി തെക്കൻ ടെല്ലവീവിലെ പാർക്കിലാണ് മിസൈൽ പതിച്ചത്. ഫലസ്തീൻ 2 എന്ന പേരിട്ട മിസൈലാണ് ഹൂതികൾ അയച്ചത്. കൃത്യമായ സ്ഥലത്ത് മിസൈൽ പതിച്ചെന്നും ഇസ്രയേലിന്റെ എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും ഭേദിച്ചെന്നും ഹൂതി വക്താവ് യഹ്യ സാരി പറഞ്ഞു. മിസൈൽ പതിച്ച് പാർക്കിൽ വലിയ ഗർത്തം രൂപപ്പെട്ടിട്ടുണ്ട്. മിസൈൽ വരുന്നത് അറിയിച്ച് മധ്യ ഇസ്രയേലിൽ പുലർച്ചെ 3:44-ന് സൈറണുകൾ മുഴങ്ങിയിരുന്നു. ഇതിനെ തുടർന്ന് ലക്ഷക്കണക്കിന് പേരാണ് ബങ്കറിലേക്ക് മാറിയത്. ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 30 പേർക്ക് പരിക്കേറ്റു. തെല്ലവീവ് ആക്രമണത്തിൽ ഇസ്രയേലിന്റെ ബാലിസ്റ്റിക് മിസൈൽ താവളമാണ് ലക്ഷ്യമിട്ടതെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള യമൻ തലസ്ഥാനമായ സന, ഹദൈദ തുറമുഖം എന്നിവിടങ്ങളിൽ 2 ദിവസം മുൻപ് ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 9 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഇനിയും തിരിച്ചടി നൽകുമെന്നാണ് ഹൂതികളുടെ മുന്നറിയിപ്പ്. മിസൈൽ ആക്രമണം തടയുന്നതിൽ ഇസ്രയേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം പരാജയപ്പെട്ടതായാണ് വിവരം. ദിവസങ്ങൾക്കുള്ളിൽ ഇത് 2ാം തവണയാണ് മധ്യ ഇസ്രയേലിൽ അർദ്ധരാത്രി ഹൂതികളുടെ മിസൈൽ ആക്രമണം മുന്നറിയിപ്പായി സൈറൺ മുഴങ്ങിയത്. മിസൈൽ യമനിൽ നിന്നാണ് വന്നത്. ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. മിസൈൽ പതിച്ചതിന്റെ ആഘാതത്തിൽ സമീപത്തെ കെട്ടിടങ്ങൾക്ക് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം യമനിൽ കനത്ത ആക്രമണം ഇസ്രയേൽ സൈന്യം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹൂതികൾ മിസൈൽ അയച്ചത്. വ്യാഴാഴ്ച ഹൂതികൾ അയച്ച മിസൈൽ ഭാഗികമായി ഇസ്രയേൽ പ്രതിരോധിച്ചിരുന്നു. രാമത് ഖാനിലെ സ്കൂളിൽ മിസൈലിന്റെ ഭാഗം പതിച്ച് കെട്ടിടം തകർന്നു. എന്നാൽ ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇതിനു പിന്നാലെയാണ് ഇസ്രയേൽ സൈന്യം യമന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത്. 2023 ഒക്ടോബർ 7-ന് ശേഷം 200 മിസൈലുകളും 170 ഡ്രോണുകളും ഹൂതികൾ ഇസ്രയേലിലേക്ക് വിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിൽ ഭൂരിഭാഗവും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും എല്ലാം സഹായത്തോടെ ഇസ്രയേൽ പ്രതിരോധിച്ചു. കഴിഞ്ഞ ജൂലൈയിൽ ഹൂതികൾ വിക്ഷേപിച്ച ഡ്രോൺ പ്രതിരോധ സംവിധാനങ്ങളെ മറികടന്ന് തെല്ലവീവിൽ പൊട്ടിത്തെറിക്കുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. സെപ്റ്റംബറിലാണ് ആദ്യമായി ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഇസ്രയേലിന് നേരെ ഹൂതികൾ അയച്ചത്. ഈ മിസൈൽ 11 മിനിറ്റ് 50 സെക്കൻഡിൽ 2040 കിലോമീറ്റർ താണ്ടിയാണ് ഇസ്രയേലിലെത്തിയത്. തെല്ലവീവിന് സമീപത്തെ സൈനിക കേന്ദ്രമായ ജാഫ മേഖലയിലാണ് ഹൂതികൾ ലക്ഷ്യമിട്ടത്. 20 ഇന്റർസെപ്റ്ററുകൾ ഈ മിസൈൽ മറികടന്നിരുന്നു. ഫലസ്തീൻ 2 എന്ന മിസൈലാണ് ആക്രമണത്തിന് അന്നും ഉപയോഗിച്ചത്. 2150 കിലോമീറ്ററാണ് ഇതിന്റെ ദൂരപരിധി. ശബ്ദത്തെക്കാൾ 16 ഇരട്ടി വേഗതയിലാണ് ഇത് സഞ്ചരിക്കുക. അയൺ ഡോം പോലുള്ള ലോകത്തിലെ അതിനൂതന പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇതിന് സാധിക്കും.